വിവിധ കമ്മീഷനുകളെ പറ്റിയാണ് ഇനി നോക്കുന്നത്. ഭരണപരിഷ്കരണ കമ്മീഷൻ സംസ്ഥാന ഭരണ സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് നിർദ്ദേശങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കമ്മീഷനാണ് ഭരണപരിഷ്കരണ കമ്മീഷൻ. ഒന്നാം കേരള ഭരണപരിഷ്കരണ കമ്മീഷൻ രൂപീകരിച്ചത് 1957 ഇതിൻ്റെ ചെയർമാൻ EMS നമ്പൂതിരിപ്പാടാണ്. രണ്ടാം കേരള ഭരണപരിഷ്കരണ കമ്മീഷൻ രൂപീകരിച്ചത് 1965 ചെയർമാൻ MK വെള്ളോടി. മൂന്നാം ഭരണപരിഷ്കരണ കമ്മീഷൻ രൂപീകരിച്ചത് 1997 ചെയർമാൻ EK നായനാർ. 2016-21 നാലാം ഭരണപരിഷ്കരണ കമ്മീഷൻ രൂപീകരിച്ചത്. ഇതിൻ്റെ ചെയർമാൻ BS അച്യുതാനന്ദനാണ്. നെക്സ്റ്റ്, സംസ്ഥാന ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ. കേരള സർക്കാർ 1968 ജൂൺ 14 സംസ്ഥാനത്ത് ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ രൂപീകരിച്ചു. കേന്ദ്ര ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ തയ്യാറാക്കുന്ന ഹിന്ദി നിയമാവലിയുടെ സൂക്ഷ്മ പരിശോധന നടത്തുകയും അവ മലയാളത്തിലേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ട പരിഷ്കരണങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന കമ്മീഷനാണ് സംസ്ഥാന ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ. ഈ കമ്മീഷനിൽ ഒരു മുഴുവൻ സമയ ചെയർപേഴ്സണും 2 മുഴുവൻ സമയ അംഗങ്ങളും ഉൾപ്പെടുന്നു. സംസ്ഥാനത്ത് കേന്ദ്ര നിയമങ്ങളുടെ മലയാളം പതിപ്പ് ആധികാരികമായി പ്രസിദ്ധീകരിക്കാൻ അധികാരമുള്ള ഏക സ്ഥാപനമാണ് ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ. ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേന്ദ്ര സർക്കാർ ആക്ടുകളുടെ പരിഭാഷ, അച്ചടി, പ്രസിദ്ധീകരണം എന്നിവയുമായി ബന്ധപ്പെട്ട ചെലവുകൾ വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. നെക്സ്റ്റ്, കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ. സംസ്ഥാനത്തെ വൈദ്യുത വ്യവസായത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഉൽപ്പാദനത്തിനും പ്രക്ഷേപണത്തിനും വിതരണത്തിനുമുള്ള കേരളത്തിനകത്തെ നിരക്കുകൾ തീരുമാനിക്കുക എന്നീ അധികാരമുള്ള സ്ഥാപനമാണ് കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ. സ്ഥാപിതമായത് 2003. നിലവിൽ ഈ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് 2003 ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. ഇപ്പോഴത്തെ ചെയർമാൻ TK ജോസ്. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ യുവജനങ്ങളുടെ ശാക്തീകരണത്തിനും അവകാശ സംരക്ഷണത്തിനുമായി രൂപീകരിക്കപ്പെട്ട കമ്മീഷനാണ് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ. 2014 കേരള നിയമസഭ പാസാക്കിയ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് രൂപീകരിച്ചത്. അധ്യക്ഷനെ കൂടാതെ 13 കവിയാത്ത അംഗങ്ങൾ സംസ്ഥാന യുവജന കമ്മീഷനിൽ ഉണ്ട്. ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. ഇപ്പോഴത്തെ ചെയർമാൻ M ഷാജം. കേരള ശമ്പള പരിഷ്കരണ കമ്മീഷൻ. കേരള സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കാലാകാലങ്ങളിൽ മാനദണ്ഡങ്ങൾ വിധേയമായി പുനർനിർണ്ണയിക്കുക എന്ന ലക്ഷ്യത്തോടെ നിയമിക്കപ്പെടുന്ന കമ്മീഷനാണ് ശമ്പള പരിഷ്കരണ കമ്മീഷൻ. ഇതുവരെ 11 ശമ്പള പരിഷ്കരണ കമ്മീഷനാണ് രൂപീകരിച്ചിട്ടുള്ളത്. ഒരു ശമ്പള കമ്മീഷൻ അതിൻ്റെ സമ്പൂർണ്ണ അർത്ഥത്തിൽ 1965 നിലവിൽ വന്നത്. ഈ കമ്മീഷനാണ് കേരള സംസ്ഥാനത്തെ ആദ്യ ശമ്പള കമ്മീഷനായി കണക്കാക്കുന്നത്. K ഉണ്ണിത്താനായിരുന്നു ആദ്യത്തെ അധ്യക്ഷൻ. 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷൻ K മോഹൻദാസ്. മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കായുള്ള ഒരു കേരള സംസ്ഥാന കമ്മീഷനാണ്. ഇത് നിലവിൽ വന്നത് 2016 ജനുവരി 21. ഇതിൻ്റെ ആദ്യ ചെയർമാൻ AV രാമകൃഷ്ണപിള്ള. നിലവിലെ ചെയർമാൻ CN രാമചന്ദ്രൻ നായരാണ്. ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. സുപ്രീം കോടതിയിലെയോ ഹൈക്കോടതിയിലെയോ വിരമിച്ച ജഡ്ജിയായിരിക്കും ഈ കമ്മീഷൻ്റെ ചെയർപേഴ്സണായിട്ട് വരിക. അടുത്തത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. കേരള സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് സമാനമായി സംസ്ഥാനങ്ങൾ നിലവിലുള്ളതാണ് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിലവിൽ വന്ന വർഷം 2010 ഓഗസ്റ്റ് 26. ആദ്യ ചെയർമാൻ K ബാലകൃഷ്ണൻ നായർ. നിലവിലെ ചെയർമാൻ CK അബ്ദുറഹീം. ആസ്ഥാനം തിരുവനന്തപുരം. നെക്സ്റ്റ്, ലോകായുക്ത. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് സംസ്ഥാനത്ത് രൂപം നൽകിയ സമിതിയാണ് ലോകായുക്ത. ലോകായുക്തയെ നിയമിക്കുന്നത് ഗവർണറാണ്. ലോകായുക്തയെ നിയമിക്കുന്നതിനുള്ള യോഗ്യത റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി, റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി. ഉപലോകായുക്തയാകാൻ വേണ്ട യോഗ്യത റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി. ലോകായുക്തയെ നിയമിക്കുന്നതിന് മുൻപ് മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, പ്രതിപക്ഷ നേതാവ് എന്നിവരുമായി ഗവർണർ കൂടിയാലോചന നടത്തും. ലോകായുക്ത, ഉപലോകായുക്ത എന്നിവരുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. PSC അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. ലോകായുക്ത, ഉപലോകായുക്ത കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ലോകായുക്ത വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുമാണ് ലോകായുക്തയ്ക്കും ഉപലോകായുക്തയ്ക്കും
ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നത്. ലോകായുക്ത, ഉപലോകായുക്ത എന്നിവരെ നീക്കം ചെയ്യാനുള്ള അധികാരം സംസ്ഥാന നിയമസഭയ്ക്കാണ്. രാജിക്കത്ത് നൽകേണ്ടത് ഗവർണർക്ക് മുമ്പാകെയാണ്. നിയമിക്കുന്നത് ഗവർണറാണ്, രാജിക്കത്ത് നൽകേണ്ടത് ഗവർണർക്ക് മുമ്പാകെ, എന്നാൽ നീക്കം ചെയ്യുന്നത് സംസ്ഥാന നിയമസഭയാണ്. ലോകായുക്ത നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഒഡീഷയാണ്. ലോകായുക്തയെ ആദ്യം നിയമിച്ചത് മഹാരാഷ്ട്രയാണ്. കേരള ലോകായുക്ത നിയമം പാസാക്കിയത് 1999 ഈ നിയമം നിലവിൽ വന്നത് 1998 നവംബർ 15. കേരളത്തിലെ ആദ്യ ലോകായുക്ത ആരാണ്? PC ബാലകൃഷ്ണ മേനോൻ. കേരളത്തിലെ നിലവിൽ ലോകായുക്ത സിറിയക് ജോസഫ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ 1990 കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സഹായത്തോടെ രൂപം നൽകിയ സ്വയംഭരണ സ്ഥാപനമാണ് കില. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും വിവിധ വകുപ്പുകളിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൈമാറിക്കിട്ടിയ ഘടക സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും പരിശീലനം നൽകുക എന്നതാണ് കിലയുടെ മുഖ്യ ഉത്തരവാദിത്തം. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം മുളങ്കുന്നത്ത് കാവലാണ്. ഇതിൻ്റെ ആസ്ഥാനം തൃശ്ശൂരിലെ മുളങ്കുന്നത്ത് കാവിലാണ് കിലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഓംബുഡ്സ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളായ ഉദ്യോഗസ്ഥന്മാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നേരിട്ടോ അല്ലാതെയോ നിയോഗിച്ചിട്ടുള്ളതും സ്ഥലം മാറ്റപ്പെട്ട ഉദ്യോഗസ്ഥരും ഭരണപരമായ കർത്തവ്യങ്ങൾ നിർവഹിക്കുമ്പോഴുണ്ടായേക്കാവുന്ന അഴിമതി, ദുർഭരണം, ക്രമക്കേടുകൾ എന്നിവയിൽ ഇടപെട്ട് അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിക്കലും അത് നടപ്പാക്കലുമാണ് ഓംബുഡ്സ്മാൻ്റെ ചുമതല. ഇത് ഒരു ഏകാംഗ സമിതിയാണ്. ഓംബുഡ്സ്മാൻ ഒരു ഏകാംഗ സമിതിയാണ്. നിലവിലെ ഓംബുഡ്സ്മാൻ ആരാണ്? MR ഹരിഹരൻ നായർ. സാമൂഹിക, സാമ്പത്തിക, വാണിജ്യ, ആസൂത്രണ അടിസ്ഥാന വിവരങ്ങളാണ് നോക്കുന്നത്. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെ ക്ഷേമം. കേരളത്തിലെ പട്ടികജാതി ജനസംഖ്യ 9.1%. കേരളത്തിലെ പട്ടികവർഗ ജനസംഖ്യ 1.45%. കേരളത്തിലെ പട്ടികജാതി സാക്ഷരതാ നിരക്ക് 88.7%. കേരളത്തിലെ പട്ടികവർഗ സാക്ഷരതാ നിരക്ക് 74.4%. ഭൂരഹിതരായ പട്ടികജാതി കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. പട്ടികജാതി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുന്നതിനായി സർക്കാർ നൽകുന്ന സഹായങ്ങളാണ് പ്രാഥമിക വിദ്യാഭ്യാസ സഹായം, ലംസം ഗ്രാൻഡ്, സ്റ്റൈപ്പൻഡ്, പ്രീ മെട്രിക്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ, വിദേശ സ്കോളർഷിപ്പ്. മെച്ചപ്പെട്ട അടിസ്ഥാന സേവനങ്ങൾ നൽകുന്നതിനായി 30-ലധികം പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന പട്ടികജാതി കോളനികൾ ആരംഭിച്ച പദ്ധതിയാണ് അംബേദ്കർ ഗ്രാമ വികസന പദ്ധതി. പട്ടികജാതി പെൺകുട്ടിയുടെ സമഗ്ര വികസനത്തിനായി ആരംഭിച്ച ഇൻഷുറൻസ് ബന്ധിത സാമൂഹിക സുരക്ഷാ പരിപാടിയാണ് വാത്സല്യ നിധി. പട്ടികവർഗ പുനരധിവാസ വികസന കമ്മീഷൻ്റെ പ്രധാന പരിപാടികൾ എന്തൊക്കെയാണ്? ഭൂരഹിതർക്ക് ഭൂമി നൽകൽ, പുനരധിവാസ മേഖലയുടെ സമഗ്ര വികസനം. പട്ടികവർഗ പുനരധിവാസ വികസന മിഷൻ ഭൂമി വിതരണം ചെയ്യുന്നത് ലാൻഡ് ബാങ്ക് പദ്ധതി, നിക്ഷിപ്ത വനഭൂമി വിതരണം, വന അവകാശ നിയമം എന്നിവ വഴിയാണ്. പട്ടികവർഗക്കാരുടെ നൈപുണ്യ വികസനത്തിനായി പട്ടികവർഗ വികസന വകുപ്പ് ഏറ്റെടുത്ത ശ്രദ്ധേയമായൊരു പരിപാടിയാണ് ഗോത്ര ജീവിക. അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിക്കുന്നതിനായി കൃഷി വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതിയാണ് മില്ലറ്റ് വില്ലേജ് പദ്ധതി. മില്ലറ്റ് വില്ലേജ് പദ്ധതി പ്രകാരം കൃഷി വിളകൾ പച്ചക്കറികൾ, റാഗി, തിന, ചാമ, പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരു എന്നിവയാണ്. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗക്കാരെക്കുറിച്ച് പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനമാണ് കിർത്താഡ്സ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള സംരംഭകരുടെ ആവശ്യങ്ങൾക്കും അഭിലാഷങ്ങൾക്കും യോജിക്കുന്ന തരത്തിലുള്ള ക്ഷേമ പരിപാടികൾ വിവിധ വരുമാനദായക പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന സ്ഥാപനമാണ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ. പെൻഷൻ പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കളുള്ള ജില്ല തിരുവനന്തപുരമാണ്. ഏറ്റവും കുറവ് ഗുണഭോക്താക്കൾ വയനാട്. ഏറ്റവും കൂടുതൽ അംഗപരിമിതരുള്ള ജില്ല മലപ്പുറമാണ്. ഏറ്റവും കുറവ് അംഗപരിമിതരുള്ള ജില്ല വയനാട്. കേരള സർക്കാർ അംഗപരിമിതർക്കായുള്ള നയം രൂപീകരിച്ച വർഷമാണ് 2015. അംഗപരിമിതരായവരുടെ ഉന്നമനത്തിനായി രൂപം കൊണ്ട സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് നിഷ്. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായുള്ള മാജിക് പരിശീലനത്തിനും അവതരണത്തിനുമുള്ള മാജിക് പ്ലാന്റിലെ ഒരു കേന്ദ്രമാണ് എംപവർ ഇൻക്യുബേറ്റർ. ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗക്കാർക്കായിട്ടുള്ള നയം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം.
കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ്റെ പ്രധാന പരിപാടികൾ എന്തൊക്കെയാണ്? വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി, ജെൻഡർ അവബോധനം, ഫിനിഷിംഗ് സ്കൂൾ. രാജ്യത്തെ പോഷകാഹാരക്കുറവ് വിവിധ ഘട്ടങ്ങളിലായി കുറയ്ക്കുന്നതിനുള്ള പദ്ധതിയാണ് പോഷൺ അഭയൻ. മാതാപിതാക്കൾ രണ്ടുപേരും നഷ്ടപ്പെട്ടതോ ഒരാളില്ലാത്തതോ മറ്റേയാൾക്ക് കുട്ടിയെ സംരക്ഷിക്കുന്നതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതോ ആയ കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സമയ സുരക്ഷാ മിഷൻ്റെ ഒരു പദ്ധതിയാണ് സ്നേഹപൂർവ്വം. കേരളത്തിലെ എൻഡോസൾഫാൻ ദുരിത ബാധിതർക്ക് ആശ്വാസ നടപടികൾ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പിന്തുണ നൽകുന്നതിൻ്റെ ഭാഗമായി 2000 രൂപ പ്രതിമാസം നൽകുന്ന പദ്ധതിയാണ് വിജ്ഞാന ദീപ്തി. ചികിത്സയുമായി ബന്ധപ്പെട്ട് പട്ടണത്തിൽ എത്തുന്നവർക്ക് ദിവസം ഒരു നേരമെങ്കിലും സൗജന്യ ഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് വിശപ്പ് മുക്ത നഗരം. വിശപ്പ് മുക്ത നഗരം പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല കോഴിക്കോട്.